Hello or good evening. Welcome to Psychsphere. So, myself Farhanat Muna, come out to heal mental health awareness campaign ഭാഗമായിട്ട് നടത്തുന്ന വെബിനാർ സീരീസിന്റെ സെക്കൻഡ് സെഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. And we have a guest, Ria Maria Giorgio ma'am, a consultant psychologist, and with the topic suicide gatekeeping and QPR technique. So, I'm once again welcoming you ma'am, warm welcome and the participants too. So, നമുക്ക് അത്ര ടൈം ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ടോക്കിലേക്ക് കടക്കാം. Ma'am, please. താങ്ക് യു. അപ്പം എത്ര ഒരു 1 hour സെഷൻ പോലെ അല്ലേ? യെസ് മാം. ഓക്കെ. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്, അതായത് ഇൻറ്റൻസ് ടോപ്പിക്കാണ് സൂസൈഡ് പ്രിവെൻഷൻ പോലെ സൂസൈഡ് ഗേറ്റ് കീപ്പിംഗ്. അപ്പം എനിക്ക് എപ്പോഴെങ്കിലും ഇത് ഇച്ചിരി ഇൻറ്റൻസ് ആവാൻ തോന്നുവാണെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വരാം, അല്ലെ വെള്ളം കുടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലിടാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും മതി. നമ്മൾ ചാറ്റ് ബോക്സ് ഇടുന്ന ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരത്തില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാം. നമ്മൾ ഈ ഒരു അടുത്ത കാലത്ത് തന്നെ, ഒരു ലോക്ക്ഡൗൺ ടൈം തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കേസസ് അടുത്ത കാലത്തായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സൂസൈഡിനെ പറ്റി. ഇത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? നമ്മൾ സൂസൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരാൾ പ്ലാൻ ചെയ്ത് അവരുടെ സ്വന്തം ജീവൻ കൊടുക്കുന്ന ഒരു ആക്ടിനെയാണ് നമ്മൾ സൂസൈഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി പ്രിവെൻറ്റബിൾ പാൻഡമിക് എന്നതിനെ പറയുന്നത്. നമുക്ക് ഒരുപാട് പേർക്ക് ഇതിന് നമുക്കൊന്ന് റീച്ച് ഔട്ട് ചെയ്താൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് സൂസൈഡ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ്സ് അലാമിംഗ്ലി കോമൺ. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരാളുകൾ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഓവർ ദ പാസ്റ്റ് 5 years കേരളത്തിലെ സൂസൈഡ് റേറ്റ്സ് വളരെ അലാമിംഗ് ആയിട്ടുള്ള രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഡിസ്പൈറ്റ് ബീങ് പ്രിവെൻറ്റബിൾ. അതായത് ആകെ 2018 മാത്രം ഒന്ന് കുറഞ്ഞത്. ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ സൂസൈഡ് റേറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളയാണ് ഹയസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇറ്റ്സ് അബൌട്ട് 24.3. അതായത് നമ്മളൊരു 1 lakh ആൾക്കാർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു 24 ആൾക്കാർ മരിക്കുന്നത് സൂസൈഡ് കാരണമാണ്. ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് സൂസൈഡ്സ് ഉള്ളത് അസം മഹാരാഷ്ട്രയിലാണ്. അവിടുത്തെ റേറ്റ് എന്താ കുറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര അതുപോലെ തന്നെ പോപ്പുലസ് ആണ്. കേരളത്തിൽ നമുക്ക് ആകെ 3.5 കോടി ആൾക്കാരിൽ ഓരോ ലക്ഷം എടുത്ത് നോക്കുമ്പോൾ അതിൽ 24 ആൾക്കാർ വീതം സൂസൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം മഹാരാഷ്ട്രയിൽ ഓൾമോസ്റ്റ് 8,000 കേസസ് ആണ് ഓരോ വർഷവും, 8,000-ലേറെ കേസസ് ആണ് ഓരോ വർഷവും സൂസൈഡ് കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ അവിടുത്തെ പോപ്പുലേഷൻ അതുപോലെ തന്നെ 11 crores ഉള്ളതാണ്. അപ്പോൾ സൂസൈഡ് റേറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഏറ്റവും കൂടുതൽ കേസസ് സൂസൈഡ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്ര, കർണാടക എന്നീ സ്റ്റേറ്റ്സിലാണെങ്കിലും കേരളത്തിൽ ഇത് വളരെ നമുക്ക് പേടി തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ എമൗണ്ട് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കൊല്ലത്താണ്, പിന്നെ അങ്ങോട്ട് തൃശ്ശൂർ, കോഴിക്കോട്, കൊച്ചി, ട്രിവാൻഡ്രം ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വൾണറബിൾ ആയിട്ട് നിൽക്കുന്നത് ഒരു 18 to 30 ഏജ് ഗ്രൂപ്പ്, പിന്നുള്ളത് ഒരു 30 to 40s. ഇത് 2 ഏജ് ഗ്രൂപ്പാണ്. ഒന്ന് ഏർലി 20s, ഒരു ഏർലി അഡൾട്ട്ഹുഡ്, നമ്മുടെ ജീവിതം അങ്ങോട്ട് ഫേസ് ചെയ്ത് തുടങ്ങുന്ന കാലം. പിന്നുള്ളത് 30 to 40 എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയൊക്കെ സെറ്റിൽ ചെയ്ത് തുടങ്ങി നമ്മൾ വർക്കിൻ്റെ സ്ട്രെസ്സും ഒക്കെ നമ്മുടെ തലയിലോട്ട് കയറുന്നൊരു കാലമാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് ഏറ്റവും വൾണറബിൾ ഗ്രൂപ്പ്സ്. വർക്ക് വെച്ച് നോക്കുവാണെങ്കിൽ കൂടുതലും ഡെയിലി വേജ് ലേബറേഴ്സ് ആണ് നമ്മൾ കൂടുതൽ കേസസും കണ്ടുവരുന്നത്. പിന്നെയുള്ള ഹൗസ് വൈഫ്സ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു റീസൺസ്, പല റീസൺസ് ഫോർ സൂസൈഡ് നമ്മുടെ കൺട്രിയിൽ നോക്കുവാണെങ്കിൽ തന്നെ. ജസ്റ്റ് ആദ്യം കുറച്ചും സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ നമ്മുടെ കൺട്രിയിലെ ഫാമിലി പ്രോബ്ലംസ് ആണ് സൂസൈഡിനുള്ളത്. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ
ഇൽനെസ്സസ് ഉണ്ട്. അതായത് ഒരുപാട് ക്രോണിക് ഇൽനെസ്സസ് ഉള്ളവര്, ക്യാൻസർ പോലുള്ള അസുഖങ്ങളുള്ളവര്, ഒരുപാട് കാലം ഒരുപാട് ചികിത്സയ്ക്ക് ചെലവ് വരുന്നവരൊക്കെ നമ്മുടെ കൺട്രിയിൽ എന്തോ ആ ഒരു മെന്റാലിറ്റി ഉണ്ട്. ഇത്രയും കാലം നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ, ഇതിലും ഞാൻ അങ്ങ് പോയാൽ ഇത്രയും ബുദ്ധിമുട്ട് കുറയുമല്ലോ. അതുപോലെ തന്നെ എക്സാമിലെ ഫെയിലിയർ, ലവ് ഫെയിലിയർ, അത് കോസസ് എന്ന് പറഞ്ഞ് ഓക്കെ, ഇതെല്ലാം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോന്റെ റേറ്റ്സ് പ്രകാരമാണ്, റിപ്പോർട്ടർ ആയിട്ടുള്ള കേസസിന്റെ പുറത്തുണ്ടാക്കിയിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു കൺട്രിയിലെ സിറ്റുവേഷൻ. എങ്ങനെയാണ് നമ്മൾ അറിയുക ഒരാൾക്ക് സൂസൈഡൽ ഇന്റൻഷൻ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഹൗ ഡു വി നോ വെൻ ടു റീച്ച് ഔട്ട്? അതിലോട്ട് പോവാണെങ്കിൽ പലപ്പോഴും ഒരാൾ മരിച്ചു കഴിഞ്ഞായിരിക്കും നമ്മൾ പറയാ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു, കണ്ടിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്, നമുക്ക് ഒരു രീതിയിലും നമുക്ക് സംശയമേ തോന്നിയില്ല. പക്ഷെ ആക്ച്വലി സൂസൈഡ് ചെയ്യാൻ പോകുന്നവര് ഒരുപാട് സിംറ്റംസ്, ഒരുപാട് സൈൻസ് നമുക്ക് അതിന് മുന്നേ തരും. അതിൽ ചിലതൊക്കെ ഇത് മാത്രമല്ല, ചിലതൊക്കെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇമോഷണലി നോക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ടെമ്പർ ടാൻട്രംസ് പോലെ ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ ബാക്കിയുള്ളവർക്ക് ഒരു ഭാരമാണെന്ന് തോന്നുക, അതുപോലെ റൂമിനേറ്റിംഗ് ഫീലിംഗ്, ഒരേ കാര്യം ഇങ്ങനെ പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുക, പഴയ കാര്യങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ ഒരു സിവിയർ ആങ്സൈറ്റിയോ എന്തെങ്കിലും ഒരു വലിയ സ്ട്രെസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവിടെ ഒരു ത്രെറ്റ് ഉണ്ട് അവർക്ക്, അവര് സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ അധികമാണ്. പിന്നെ സൈക്കോളജി പഠിക്കുന്നവർക്ക് അറിയാം, നമ്മുടെ നെഗറ്റീവ് ട്രയഡ് എന്ന് പറയും, വർത്ത്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്. അതായത് നമ്മൾ ഡിപ്രഷനൊക്കെ ഉള്ളവരിൽ ബൈ റൂൾ ഇത് ആപ്ലിക്കബിൾ അല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, വർത്ത്ലെസ്നെസ് ഉണ്ടോ, ജീവിച്ചിരുന്നിട്ട് ഇനി കാര്യമില്ലെന്ന് തോന്നുകയാണ്, എനിക്കിനി ആരെ സഹായിക്കാനില്ലെന്ന് തോന്നുകയാണ്, അതുപോലെ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരവസ്ഥ. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് റീച്ച് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത്തരം ആൾക്കാർക്ക്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബിഹേവിയർ ക്യൂസ്, അതിൽ വരുന്നതാണ് പെട്ടെന്ന് ഇവർക്ക് അത്രയും നാൾ സൂക്ഷിച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക, അതായത് പ്രൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുക, ബില്ല് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇവരുടെ അതുവരെ ഉണ്ടായിരുന്ന അപ്പിയറൻസിൽ നിന്ന് പെട്ടെന്ന് ഇപ്പം ഒന്നെങ്കിൽ അവർ പേഴ്സണാലിറ്റി അവർ ശ്രദ്ധിക്കാതെ ആവും, ഡ്രസ്സിങ് ഒന്നും കെയർ ചെയ്യാതെയാണ്, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് അവർ, അത് ചിലർ കാണിക്കാറുണ്ട്, ഒരുപാട് നാളായിട്ട് വിഷമിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് ഒരു ദിവസം സഡൻ ഇംപ്രൂവ്മെന്റ്, പെട്ടെന്ന് അവരങ്ങ് നന്നായി, പെട്ടെന്ന് അവരുടെ വിഷമമൊക്കെ അങ്ങ് മാറിയ പോലെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ പഴയ കൂട്ടുകാരെയൊക്കെ റീച്ച് ഔട്ട് ചെയ്യുന്നു, പെട്ടെന്ന് പഴയ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പറഞ്ഞ് പാച്ചപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു സഡൻ ഹാപ്പിനെസ് ഉണ്ടെങ്കിലും നമ്മൾ അന്ന് തക്കതായിട്ട് അവരുടെ ജീവിതത്തിൽ ഒന്നും നടന്നിട്ടുമില്ല, അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സൈനാണ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ സ്ലീപ്പ് പാറ്റേണിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, സബ്സ്റ്റൻസ് യൂസ് ഒരു രണ്ട് രീതിയിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ന് വെച്ചാൽ, സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നവർക്കും സൂയിസൈഡൽ അഡിക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സൂയിസൈഡൽ അഡിക്ഷൻ ഉള്ള ഒരാൾ സബ്സ്റ്റൻസ് യൂസ് വല്ലാതെ കൂടുകയാണെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം ചില ബിഹേവിയർ ക്യൂസ് ആണ്. അതുകൂടാതെ സ്റ്റോക്ക് പൈൽ ചെയ്യുക, ഈ സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ വാങ്ങിച്ച് കൂട്ടി വെക്കുക, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടുന്ന ആയുധങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന മീൻസ് എല്ലാം കണ്ടുപിടിച്ച് സൂക്ഷിച്ചു വെക്കുക, അതുപോലെ ഇൻഷുറൻസ് പേപ്പേഴ്സ് എല്ലാം സെറ്റിൽ ചെയ്ത് വെക്കുക, ബില്ല് എഴുതി വെക്കുക, ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് പോലെ എപ്പോഴും പെരുമാറുക. വേർബലി ഇവർക്ക് ഡയറക്റ്റ് ക്യൂസ് തരുന്നവരുണ്ട്, ഇൻഡയറക്റ്റ് ക്യൂസ് തരുന്നവരുണ്ട്. അതായത് എപ്പോഴും മരണത്തിനെ പറ്റി സംസാരിക്കുക, ഈ കെട്ടിടത്തിന്റെ ഇത്രയും ഹൈറ്റിൽ നിന്ന് ഞാൻ വീണ ഞാൻ മരിക്കുമായിരിക്കും എന്നൊക്കെ. അത് നമ്മൾ കോമഡിക്ക് പറയുന്ന പോലെയല്ല, സീരിയസ്ലി തിങ്കിങ് അബൌട്ട് ഇറ്റ്. അത്തരത്തിൽ ഇപ്പം മരിച്ചു കഴിഞ്ഞ് നമ്മൾ എവിടെ ആയിരിക്കും പോവുക, അല്ലെങ്കിൽ ഇപ്പം പറയാം നിങ്ങൾക്ക് അധിക നാൾ ഞാനിനി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല, ഓക്കെ, അധിക നാൾ എൻ്റെ ശല്യമൊന്നും കാണത്തില്ല, അത്തരത്തിലുള്ള രീതിയിൽ സംസാരിക്കുക. അതിൽ ഡയറക്റ്റ് ആകാം, ഇൻഡയറക്റ്റ് ആകാം. ഓക്കെ, ഇപ്പം ഈ അധിക നാൾ ഞാൻ ശല്യം ഉണ്ടാക്കത്തില്ല എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ക്യൂ ആണ്. അല്ലെങ്കിൽ പ്ലാൻസ് ഉണ്ടാക്കുക,
എങ്ങനെയൊക്കെ നമുക്ക് ആത്മഹത്യ നോക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് ചിലരൊക്കെ തമാശ പോലെ പറയാറുണ്ട്. നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഇത് ശരിക്കും പറയുവാണോ അതോ വെറുതെ പറയുന്നതാണോ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്തതാണ് എങ്ങനെയാണ് ഇതിൻ്റെ സയൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമ്മളിത് പറഞ്ഞത്. ഓക്കെ, പലർക്കും പല സിംറ്റംസ് ആണ്. ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള പല തരത്തിലുള്ള ന്യൂസ് കണ്ടു. ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ബോളിവുഡ് സ്റ്റാർ പുള്ളി ആത്മഹത്യ ചെയ്തു. റീസൺസ് എന്താ, കോസ് എന്താന്നൊക്കെ നമ്മളിപ്പോഴും സെർച്ച് ചെയ്യുന്നുള്ളെങ്കിലും അന്നത്തെ സമയത്ത് പറഞ്ഞ ഡിപ്രഷൻ ആയിരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അന്നേരം ഒരുപാട് ഡയലോഗ് ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നു, സൂയിസൈഡിനെ പറ്റി, സൂയിസൈഡ് പ്രിവെൻഷനെ പറ്റി. നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റേറ്റസ് ഇട്ടു, ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്നൊക്കെ എല്ലാവരും ഇട്ടു. പക്ഷെ നമ്മൾ സ്വയം ഒന്ന് ചോദിക്കണം, ഇങ്ങനെ ഇട്ടതൊക്കെ ശരിയല്ല. ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് സഹായം അല്ലെങ്കിൽ ഇതുപോലെ വിഷമം പറഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാനുള്ള പക്വത, ഹാൻഡിൽ ചെയ്യാനുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണോ നമ്മളെന്ന് നമ്മൾ സ്വയം ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഇൻ കേസ് യു ആർ നോട്ട്, അതിനുള്ള ട്രെയിനിങ് ആണ് ഇവിടെ. ഇതിപ്പം സൈക്കോളജി സ്റ്റുഡൻസിന് മാത്രമല്ല, അവർക്ക് വേണമെങ്കിലും ഈ ഒരു QPR എന്ന് പറഞ്ഞ ടെക്നിക്ക് പഠിക്കാം. ഇൻഫാക്ട് ഇത് എത്ര പേര് പഠിക്കുന്നു അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പം സയൻസ് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇനിയുള്ളത് ഏതൊക്കെ പോപ്പുലേഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഡിസ്ക്ലെയിമർ ഉള്ളത്, എനിബഡി is vulnerable to committing suicide. Anybody might have suicidal ideations. ആരും ഇതിനോട് ഇമ്മ്യൂൺ അല്ല. ഓക്കെ, പക്ഷെ ചില പോപ്പുലേഷൻസിന് അവർ വൾണറബിൾ ആണ്, അതായത് പൊതുവെ അവർക്ക് ഇതിനുള്ള സാധ്യത ഉണ്ടാകാം. ഓക്കെ, അപ്പം അതിൽ കുറച്ച് ഗ്രൂപ്പ്സ് ആണ്. മെൻ്റൽ ഇൽനെസ്സസ് ഉള്ളവർ, സൈക്കോളജി പഠിക്കുന്നവർക്കറിയാം, ഡിപ്രഷൻ്റെയോ അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡേഴ്സിൻ്റെയോ ഒരു എൻഡ് പോയിന്റ്, ഒരു അൾട്ടിമേറ്റ് പോയിന്റ് ആണ് നമ്മൾ സൂയിസൈഡ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ്റെ ഒക്കെ ഒരു എൻഡ് പോയിന്റ് ആണ് നമ്മൾ സൂയിസൈഡ് എന്ന് പറയുന്നത്. റിവേഴ്സ്ഡ് കേസ് സിനാരിയോ. എല്ലാവരും അവിടെ എത്തത്തില്ല, സൂയിസൈഡിൽ നിന്ന് എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ടെന്നും അല്ല, പക്ഷെ ഇറ്റ് ഈസ് എ പോസിബിലിറ്റി. ആ ഒരു സിറ്റുവേഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ, സിവിയർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ കേട്ടോ. കേൾക്കാൻ പറ്റുന്നില്ല, വോയിസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ. ഓക്കെ, അപ്പം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ, പിന്നെ അതുകൂടാതെ എക്സ്ട്രീം സ്ട്രെസ്സോ അത്തരത്തിലുള്ളൊരു ലൈഫ് സിറ്റുവേഷനിലുള്ളവർ, ഇപ്പം ഒരു വേൾഡ് വൈഡ് റിസഷൻ സംഭവിച്ചപ്പം ഒരുപാട് പേര് ഇത് പ്രിഡിക്റ്റ് ചെയ്തായിരുന്നു. ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർസ് വെക്കുന്ന ഒരുപാട് പേർക്ക് സൂയിസൈഡ് ഐഡിയേഷൻ ഉണ്ടായേക്കാം. ബിക്കോസ് ഇറ്റ്സ് എ ടൈം ഓഫ് എക്സ്ട്രീം സ്ട്രെസ് ഫോർ ഇറ്റ്. അതുപോലെ തന്നെ നാളെ നമ്മളൊരു ഡോക്ടറിൻ്റെ കേസ് കേട്ടു, ഡോക്ടർ അനൂപ് കൃഷ്ണൻ. പുള്ളി ഒരു എക്സ്ട്രീം സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൽ നിന്നായിരുന്നു. അപ്പം ആസ് എ സൊസൈറ്റി വി ആർ ടു ബി ഹെൽത്ത് റെസ്പോൺസിബിൾ. നമ്മൾ പുള്ളി അത്തരത്തിലുള്ള സ്റ്റേറ്റിലോട്ട് വിട്ടു. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷനുള്ളവർ മോസ്റ്റ് ചാൻസസ് ആർ ദേ വിൽ കൺസിഡർ സൂയിസൈഡ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നവർക്ക് തന്നെ വല്ലപ്പോഴും സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടായേക്കും. അപ്പം ഒരു എക്സ്ട്രീം കണ്ടീഷൻ, ഒരു എക്സ്ട്രീം സ്ട്രെസ് കണ്ടീഷൻ ഉള്ളവർക്ക് വളരെയധികം ചാൻസ് ഉണ്ട് ആ ഒരു പോസിബിലിറ്റിയെ പറ്റി ആലോചിക്കാൻ. ഓക്കെ, അന്നേരം സൂയിസൈഡ് എന്ന് പറയുന്നത് അവരുടെ എല്ലാ പ്രോബ്ലംസിനുള്ള ഒരു വൺ ടൈം സൊല്യൂഷനാണ്. പക്ഷെ ദ ട്രൂത്ത് ഇസ് അവർ അന്നേരം റാഷണലായിട്ടല്ല ചിന്തിക്കുന്നത്, അവരന്നേരം ഇമോഷണലായിട്ടാണ് ചിന്തിക്കുന്നത്. ഓക്കെ, പിന്നുള്ളത് ലോ സോഷ്യൽ സപ്പോർട്ട് ഉള്ളവർ. ഇപ്പം ഈ കഴിഞ്ഞ ഞാനിതൊരു കേസ് സ്റ്റഡി ആയിട്ട് പറയുകയാണ്. ഈ കഴിഞ്ഞ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ തന്നെ എൻ്റെ ഒരു ടീച്ചറായിരുന്നു. എന്നെ ഒരു 6 വയസ്സ് തൊട്ട് ഒരു 14 വയസ്സ് വരെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറായിരുന്നു. ഷീ വാസ് വെരി പോസിറ്റീവ്, വെരി ഗോഡ് ഫിയറിങ്. ഓക്കെ, ഷീ വാസ് പ്രിറ്റി ഓൾഡ്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ഒരു
പയസ് ലൈഫ് ജീവിച്ച് നമുക്ക് നല്ലത് മാത്രം ചെയ്തു വരുന്ന ഒരാള്. പുള്ളിക്കാരിക്ക് ഏജായി, നല്ല ഏജായി. അപ്പം ഒറ്റയ്ക്ക് താമസിക്കുമായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, മക്കളെല്ലാം വെൽ സെറ്റിൽ. ഹസ്ബൻഡ് മരിച്ചു വരുന്നതായിരുന്നു. ബട്ട് ദെൻ അറ്റ് എ പോയിന്റ് ഈ ലോക്ക്ഡൗൺ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വൺ ഫൈൻ ഡേ ഷീ ഡൈഡ് ബൈ സൂസൈഡ്. ഷീ ഹങ് ഹെർസെൽഫ്. ഓക്കെ, ആത്മഹത്യ ചെയ്തു. നോട്ടുണ്ടായിരുന്നു. മിക്കവാറും സൂസൈഡ് ചെയ്യുന്നവരൊക്കെ സൂസൈഡ് നോട്ട് എഴുതാറുണ്ട്. എന്ന് വെച്ചാൽ അത് ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ മോസ്റ്റ് കേസസ് അത് ഉണ്ടാവാറുണ്ട്. ആൻഡ് മോസ്റ്റ് കേസസിൽ ദേ ടെൽ ഓൾസോ അവർക്ക് എന്താണ് അവരെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ അവർ പറയാറുണ്ട്. ഓക്കെ, ചാൻസസ് ആ പോകുന്നതിന് മുന്നേ ഇവരിത് പറഞ്ഞിട്ടുണ്ടാകാം, പോകുന്നതിന് മുന്നേ ഇവർ ഹോപ്പ് ചെയ്തിട്ടുണ്ടാകാം ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ സോഷ്യൽ സപ്പോർട്ട് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആരെങ്കിലും ഒക്കെ അറിയുമെങ്കിൽ, വർഷങ്ങളായിട്ട് അവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ പോലും മേക്ക് ആൻ എഫേർട്ട് ടു റീച്ച് ഔട്ട്. ഓക്കെ, പിന്നെ ഉള്ളത് സ്ട്രെസ്ഫുൾ വർക്ക് എൻവയൺമെൻറ്റ്, ഫാമിലി എൻവയൺമെൻറ്റ് ഒക്കെ ഉള്ളവർ, അതായത് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡെയിലി വേജസ് വേണമെങ്കിലും ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത വർക്കുകൾ ചെയ്യുന്നവർ, എപ്പോൾ വേണമെങ്കിലും ജോലി പോകാം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരുപാട് കടബാധ്യതകളുള്ളവർ, അല്ലെങ്കിൽ ഇപ്പം വാർ പോലുള്ള എക്സ്ട്രീം സ്ട്രെസ് കണ്ടീഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഈവൻ ഡോക്ടേഴ്സ്, നഴ്സസ് ഫോർ ദാറ്റ് മാറ്റർ, അവരുടെയൊക്കെ വർക്ക് എൻവയൺമെന്റ് പറഞ്ഞാൽ ഡെയിലി അവരിങ്ങനെ മറ്റുള്ളവരുടെ ട്രോമ കണ്ട് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോബ്സ് ആണ്. സോ ദേ ആർ ഓൾ വൾനറബിൾ. എപ്പോൾ വേണമെങ്കിലും അവർക്കൊരു ഓക്കെ കേൾക്കാവോ? എല്ലാവർക്കും കേൾക്കാവോ? ഓക്കെ, എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആ ഒരു സ്ട്രെസ് അവരെ മെന്റലി ഡൗൺ ആക്കിയേക്കാം, മെന്റലി ഡിസ്റ്റർബ് ചെയ്തേക്കാം. ആ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പം പിന്നെ വരുന്നത് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ഫേസ്ഡ് ലോസ്, ഇമ്മീഡിയറ്റ് ലോസ്, റീസെന്റ് ലോസ്, ട്രോമ, വയലൻസ്. ഇപ്പം ഒരു ക്ലോസ് റിലേറ്റീവ് മരിച്ചു, അല്ലെങ്കിൽ ഒരു ക്ലോസ് ഫ്രണ്ട് മരിച്ചു, അല്ലെങ്കിൽ ഈവൻ ജോബ് പോയി, അല്ലെങ്കിൽ പ്രൈസ്ഡ് എന്തെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന എന്തെങ്കിലും സാധനം അത് കാണുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. ഇപ്പം ഫ്ലഡൊക്കെ വന്നപ്പം നമ്മൾ ഒരുപാട് ക്രൈസിസ് ട്രോമ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തായിരുന്നു ആ സൈക്കോളജിസ്റ്റ് ഫോർ ഫ്ലഡ് വിക്ടിംസ്. മാം, ഹലോ, ആ പറഞ്ഞു. സ്ലൈഡ് ഷോ മോഡ് സ്ലൈഡ് കാണുന്നില്ലേ? കമന്റ് ബോക്സ്. ഹലോ, ഹലോ, ആ പറഞ്ഞു. Riya, I think hello. they want your slides to be a little more visible. We can't read the content. Okay, okay. So they're asking you to put it in show mode. Okay. Yeah? Yeah, that's better. Okay. Thank you. Okay, thank you. അപ്പം ഒരു മിനിറ്റ്, എന്തോ എനിക്ക് സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അതൊക്കെയാണ് നമ്മൾ വൾനറബിൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്തരം പോപ്പുലേഷനാണ് നമ്മൾ എക്സ്ട്രാ കെയർ അല്ലെങ്കിൽ എക്സ്ട്രാ അറ്റൻഷൻ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ദ മോർ വൾനറബിൾ ടു തിങ്ക് അബൌട്ട് സൂസൈഡ്. അപ്പം QPR എന്ന് പറയുന്നത് നമ്മൾ സൂസൈഡ് പ്രിവെൻഷന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഒരുപാട് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ഹോട്ട് ലൈൻ നമ്പേഴ്സ് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ #ഡിപ്രഷൻ, #സൂസൈഡ് എന്ന് അടിച്ചു നോക്കിയാൽ ഇതിൽ ഇമ്മീഡിയറ്റ്ലി ആസ്ക് യു എന്തെങ്കിലും സപ്പോർട്ട് വേണോ, അല്ലെങ്കിൽ ഡു യു നീഡ് ടു ടോക്ക് ടു സംവൺ, അങ്ങനെയൊക്കെ ഇമ്മീഡിയറ്റ്ലി ആസ്ക്. ഇപ്പം കൂടുതലും സോഷ്യൽ മീഡിയ നെറ്റ്വർക്സിൽ അവരത് ചെയ്തു വരുന്നുണ്ട്. ഗൂഗിളിൽ നമ്മൾ സൂസൈഡിന് സെർച്ച് ചെയ്താൽ ഉടനെ അവർ ഹോട്ട്ലൈൻ നമ്പർ ചോദിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ കാണിക്കും. ഓക്കെ, അതൊക്കെ മീഡിയ സ്ട്രാറ്റജീസാണ്. പിന്നെ സൈക്കോ എഡ്യൂക്കേഷൻ ഉണ്ട്. പിന്നെ മെൻ്റൽ ഹെൽത്ത് ആക്സസ് കൂട്ടുക, അതായത് മാക്സിമം ആൾക്കാർ ഒരു തെറപ്പിസ്റ്റിനെ കാണാൻ നമ്മൾ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യാൻ നമ്മൾ എൻകറേജ് ചെയ്യുക. പിന്നെ സോഷ്യൽ സപ്പോർട്ട് ഇൻക്രീസ് ചെയ്യുക. ഒരു ഇതുപോലെ ഇപ്പം സൂസൈഡൽ ഐഡിയേഷൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും അവർക്കൊരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കണം.
എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. അത്തരത്തിലൊക്കെ പല രീതിയിൽ നമ്മൾ സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടി വർക്ക് ചെയ്യാറുണ്ട്. ആൻഡ് മെഡിക്കേഷൻസ് ഉണ്ട്. അത് അതെല്ലാം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മെഡിക്കേഷനും ഫോളോ അപ്പ് പ്രൊസീജിയേഴ്സും ഒക്കെ വരുന്നത്. QPR എന്ന് പറയുന്നത് ഒരു ഗേറ്റ് കീപ്പിംഗ് ടെക്നിക്കാണ്. ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ യു ബിക്കം എ ഗേറ്റ് കീപ്പർ. നമ്മൾ സൈക്കോളജിയിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ടേമാണ് ഗേറ്റ് കീപ്പർ. ആസ് ഇൻ യു ഡിസൈഡ് ഇവരെ എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യണമെന്ന് യു ഡിസൈഡ്. സോ ബൈ ലേണിംഗ് QPR നമ്മൾ ഡിസൈഡ് ചെയ്യാണ് സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള ഒരാളെ നമ്മൾ ഇനി എങ്ങോട്ട് റെഫർ ചെയ്യണം, അതായത് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു കടമ നമ്മൾ ഏറ്റെടുക്കുക. അതിനെയാണ് QPR ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെയർബൈ യു പ്രിവെന്റ് ദം ഫ്രം കമ്മിറ്റിംഗ് സൂയിസൈഡ്. ഇത് ഒരുപാട് റിസർച്ചിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ബൈ QPR ഇൻസ്റ്റിറ്റ്യൂട്ട്. പോൾ ക്വിനറ്റ് എന്ന് പറയുന്ന ഡോക്ടറാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, QPR ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ പോയാൽ യു കെൻ ജോയിൻ എ കോഴ്സ്. ഒരു 1 hour ഒരു കോഴ്സ് ഉണ്ട് QPR പഠിക്കാൻ. യു വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ഫോർ ദാറ്റ്. അതിനെപ്പറ്റി ഞാൻ ഇനി പറയുന്നുണ്ട്. ഓക്കെ, ഈ QPRൽ Q എന്താണ് നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് ആസ്കിങ് ദ എസ് ക്വസ്റ്റ്യൻ. നമ്മൾ ചോദിക്കുകയാണ് ഒരാളോട്. നമുക്ക് ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട്, നമുക്ക് ഒരു കേസ് സ്റ്റഡി എടുത്തപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരന് ഈ അടുത്തിടെയായിട്ട് ഫാമിലിയുടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, വളരെ സൈലൻ്റ് ആയിപ്പോയി ആള്, എന്തൊക്കെയോ ബിഹേവിയറിൽ ചില ചേഞ്ചസ് വരുന്നുണ്ട്, വിഷമമാണ്, ഇൻഡയറക്റ്റ് ക്യൂസ് ഒക്കെ തരുന്നുണ്ട്. അതായത് ഇപ്പം ജീവിച്ചിരുന്നിട്ട് അങ്ങനെ എല്ലാവർക്കും ഒരു ഭാരമായിട്ടൊക്കെ പോവുക, നമ്മളൊരു എക്സാം ഒക്കെ എഴുതി അതിനൊന്നും പാസ്സൊന്നും ആവാൻ പറ്റിയില്ല, അത്തരത്തിലൊക്കെ ഒരു ഫ്രണ്ട് നമുക്കുണ്ടെന്ന് വിചാരിക്കാം തൽക്കാലം. ഓക്കെ, അപ്പം നമുക്ക് അവരോട് ചോദിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു സംശയമുണ്ട് ഈ ആൾക്ക് സൂയിസൈഡ് ഐഡിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അവരോട് ചോദിക്കുക എന്നുള്ള ഫസ്റ്റ് സ്റ്റേജാണ് ക്വസ്റ്റ്യൻ. അതിന് നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും എടുത്തു ചാടി ഒരു ദിവസം ചെന്ന് ചോദിക്കരുത് ഐ യു തിങ്കിങ് അബൌട്ട് സൂയിസൈഡ്. ഒന്ന് പ്ലാൻ ചെയ്ത് നമ്മളൊരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് പ്രിപ്പയർ ആയിട്ട്. കാരണം ഇവിടെ നമ്മൾ ചോദിക്കാൻ പോവാണ്. അവർ നോ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നോ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഡൗട്ടുണ്ട്, അവർ കള്ളം പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അവർ യെസ് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ നിന്ന് പതറാൻ പാടില്ല. അതിനുവേണ്ടി വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫസ്റ്റ് ടു ബി ബ്രേവ്, ടു അണ്ടർസ്റ്റാൻഡ് ദിയർ പ്രോബ്ലം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി പുട്ട് ഔട്ട് സ്റ്റോറി ഇൻസ്റ്റഗ്രാം ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാൽ മതി, വിഷമം ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. പക്ഷെ അങ്ങനെ വരുമ്പം യു ഷുഡ് ബി ഇൻ എ സ്റ്റേറ്റ് ടു ലിസൺ ടു ദം. ഇപ്പം ഞാനിപ്പോൾ ഈ കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഞാനും ആ എക്സാം തോറ്റിട്ടിരിക്കുകയാണ്, എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പാരൻസ്. ആ സമയമാണ് ഈ കൂട്ടുകാരൻ വന്ന് കൂട്ടുകാരൻ്റെ വിഷമം പറയുന്നതെങ്കിൽ ഞാൻ എന്താ പറയുക, ഞാൻ പറയാൻ വെച്ചിട്ട് പോകുമെന്ന് പറയും. അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനിലാവാൻ പാടില്ല. വി ഷുഡ് ബി ഇൻ എ സ്റ്റേബിൾ മൈൻഡ് ആർ സെൽഫ്സ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ മുതിരരുത്. ഓക്കെ, അതിലൊരു തെറ്റുമില്ല. അൺലെസ് ഇറ്റ്സ് യുവർ ജോബ്. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരാളാണ്, ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് ആണ്, ഒരാൾ വന്ന് നിങ്ങളോട് പറയുവാണെങ്കിൽ യു കാൺട്ട് സേ നോ. അല്ല, നിങ്ങൾ സാധാരണ മനുഷ്യനാണ്, നിങ്ങളുടെ ഇൻബോക്സിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ അവരുടെ പ്രശ്നങ്ങളെ പറ്റി ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്, എനിക്ക് യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ലിസൺ, അത് പറയുക. ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു ലിസൺ. ഓക്കെ, ഓണസ്റ്റ് ആയിട്ട് പറയുക. ദാറ്റ് ഓണസ്റ്റി ഗോസ് എ ലോങ് വേ. അല്ലാതെ നമ്മളവിടെ പ്രിറ്റൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ തൽക്കാലം കേൾക്കാം, പക്ഷെ എൻ്റെ മൈൻഡ് ഫുള്ളി ഇവരല്ലെങ്കിൽ കേൾക്കരുത്. അപ്പം ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് ധൈര്യം ഉണ്ടാക്കുക, എംപത്തറ്റിക് ആയിരിക്കുക. അവരവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിലോട്ട് വന്നാൽ കാണിച്ചു തരാം പ്രശ്നമൊക്കെ എന്താണ്, അങ്ങനെ പറയരുത് ദയവ് ചെയ്ത്. When someone is opening up to you, respect that, empathize. Don't tell them what you're thinking is stupid, what you're thinking is silly. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പോകും, നിങ്ങൾ ആഹാരം കഴിച്ചൊന്ന് കിടന്നുറങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ശരിയാകും, അങ്ങനെ ഒന്നും പറയരുത്. യു നീഡ് ടു ബി എംപത്തറ്റിക്. അപ്പം ഇത് ചോദിക്കുമ്പോഴും അതെ, ചോദിച്ചു കഴിഞ്ഞു അതെ. ചോദിക്കുമ്പം നമുക്കൊന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാം, എന്തെങ്കിലും ഐ യു കൺസിഡറിങ് സൂയിസൈഡ്, കൺസിഡറിങ് എൻഡിങ് യുവർ ലൈഫ്. മലയാളത്തിലാണെങ്കിൽ നീ ഇപ്പം മരിക്കണം എന്നെങ്ങാനും തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചോദിച്ചു തോന്നിപ്പിക്കരുത്.
അല്ലാതെ നീ എന്താ ആലോചിക്കുന്നത്, ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, വേണ്ടാത്ത എന്തെങ്കിലും ആണോ നമ്മൾ ആലോചിക്കുന്നത്, അതോ ആത്മഹത്യയെ കുറിച്ച് വല്ലതും ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയും, ഞാൻ കേൾക്കാം, ഞാനിവിടെ ഉണ്ട്, നീ ചുമ്മാ ഇതൊന്നും മനസ്സിലിട്ടുകൊണ്ടിരിക്കല്ലേ, നീ പറയുന്നതാണ്. വി ഷുഡ് എൻകറേജ് ദം ടു ടോക്ക്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, എന്താ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും. നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ ഡു യു ഫീൽ ലൈക്ക് ഉറങ്ങിയിട്ട് എണീറ്റില്ലായിരുന്നെങ്കിൽ എങ്ങാനും തോന്നുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും. There are indirect ways and there are direct ways to do this. Okay. It depends on your relationship. നമുക്ക് ഒരുപാട് അടുത്ത ആളാണെങ്കിൽ ഇത്രയും നമ്മൾ ചുറ്റി വളഞ്ഞ് ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, നമുക്ക് അടുത്തറിയാത്ത ഒരാളാണ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, പുള്ളി ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്നതാണ് ഇൻകമ്മിങ് ടോക്ക് ടു മീ. അപ്പം ഒരു പരിചയമില്ലാത്ത കുറച്ച് പേരൊക്കെ പുള്ളിക്ക് മെസ്സേജ് അയച്ചു അവരുടെ സൂയിസൈഡൽ ഐഡിയേഷൻസിനെ പറ്റി. ഹി ഡിഡ്ന്റ് നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അതായത് എന്താ അപ്പം ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് ചോദിച്ച് അവരോടൊന്ന് വെന്റ് ചെയ്യാൻ നമ്മളൊരു സ്പേസ് കൊടുത്താൽ അവർ തന്നെ പറയും മോസ്റ്റ് കേസസ്. പക്ഷെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ അവർ ഓപ്പൺ അപ്പ് ചെയ്യത്തില്ല. നമ്മൾ ഈ ഹോട്ട് ലൈൻസ് ഒക്കെ വെക്കുമ്പോഴുള്ള ഡ്രോബാക്ക് ഇതാണ്, വി എക്സ്പെക്ട് ദ പേഴ്സൺ ടു കമന്റ് എൽഎസ്, എനിക്ക് മരിക്കണം എന്ന് തോന്നുന്നുണ്ട്, വിച്ച് ദേ വിൽ നോട്ട് ഡു. മിക്കവാറും സൂയിസൈഡ് ചെയ്യേണ്ടവർ, സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുന്നവർ ഒരിക്കലും അവരായിട്ട് ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യത്തില്ല. നമ്മൾ അവർക്ക് സ്പേസ് കൊടുക്കണം, നമ്മൾ അവരോട് ചോദിക്കണം, എന്തെങ്കിലും വേണ്ടാത്തത് എൻ്റെ മനസ്സിലുണ്ടോ, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട പോലെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അങ്ങോട്ട് ഇടണം. ആ ഒരു സ്റ്റേജിനെയാണ് QPRൽ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഈ ഒരു പാർട്ട് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്കിപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ആക്ടിവിറ്റി പോലെ എല്ലാവരും ജസ്റ്റ് ചാറ്റ് ബോക്സിൽ നിങ്ങളൊരു ഫ്രണ്ടാണ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേസ്, ഒരു കുട്ടി എക്സാമിനൊക്കെ തോറ്റു, വീട്ടിലൊക്കെ സീനാണ്. ഓക്കെ, പുള്ളി ആലോചിച്ചിട്ട് വേറൊരു വഴിയില്ല. നിങ്ങൾക്ക് സംസാരിച്ചൊരു രീതി ആയി സുഖമാണോ എന്നൊന്നും ചോദിക്കേണ്ട, ആ റാപ്പൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യു ആർ ഗോയിങ് ടു ആസ്ക് ദം അബൌട്ട് ഇഫ് ഹി ഈസ് ഫീലിംഗ് സൂയിസൈഡൽ ആണോ. നിങ്ങൾ എങ്ങനെ ചോദിക്കും? ജസ്റ്റ് ക്വിക്ക്ലി എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് ചോദിക്കാം. അത് ജസ്റ്റ് അവൻ ചാറ്റ് ബോക്സ് ഒന്ന് എല്ലാവരും ഒന്ന് ഇട്ടേക്കും. നമ്മുടെ സ്വന്തമായുള്ള ജഡ്ജ്മെന്റ് എല്ലാം മാറ്റിവെച്ച് അവരെ മാക്സിമം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അവരോട് എംപത്തൈസ് ചെയ്ത് നമ്മൾ ചോദിക്കുകയാണ്, ഹൗ വുഡ് യു ആസ്ക് യുവർ ഫ്രണ്ട് ഇഫ് ദേ ആർ ഫീലിംഗ് സൂയിസൈഡൽ ഓർ നോട്ട്. ഇപ്പോഴും കേൾക്കാൻ വയ്യ. ഹലോ. Hi, Ria. ഹായ്. We can hear you. Okay. എല്ലാവരും പ്രശ്നമുണ്ട്. ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിച്ചു. അതായത് ഇപ്പം ഫീലിംഗ് ഒക്കെ മോശമാണ്, നമുക്കറിയാം അവരൊരു മോശം, അതാ നമ്മൾ റാപ്പോ ഒക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. യു വോണ്ട് ടു ആസ്ക് ദം സ്പെസിഫിക്കലി, ആർ യു തിങ്കിങ് അബൌട്ട് സൂയിസൈഡ്. ആ വേർഡ് യൂസ് ചെയ്തു, കുഴപ്പമില്ല. ബി ബ്രേവ് ആൻഡ് യൂസ് ഇറ്റ്. ഇംഗ്ലീഷിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ടാവും യൂസ് ചെയ്യാം. മലയാളത്തിൽ നമുക്ക് പറയുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ ഡയറക്റ്റ് ആയിരുന്നു. പക്ഷേ ഇഫ് യു ആർ എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, വർക്കിലിരുന്നാണ് ഒരു പേഷ്യൻ്റെ അടുത്താണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ചോദിക്കേണ്ടി വരും. കാരണം യു നീഡ് ദാറ്റ് കോൺക്രീറ്റ് യെസ് ഓർ നോ. ഫ്രണ്ട്സിനോട് നമുക്ക് കുറച്ചും കൂടെ മൈൽഡായിട്ട് ചോദിക്കാം.
Good. How's your life? How are you feeling? Do you feel fed up with your life? Good. Do you feel fed up with your life? Have you ever thought of ending your life? Is there anything you want to tell me? How are you feeling now? Are you sure you aren't about to do something risky? എന്താണ് ഇപ്പോൾ ആലോചിക്കുന്നത്? What makes you think about suicide at this point? Okay, good. നമ്മൾ ക്വസ്റ്റ്യൻ പാർട്ട് ഓർക്കേണ്ടത് ഡോണ്ട് ഫീൽ ഷൈ ടു പുട്ട് ഇൻ ദ വേർഡ് സൂസൈഡ്. നമ്മൾ സൂസൈഡ് എന്ന് പറഞ്ഞ ഒരു വേർഡ് അവിടെ ഇട്ടു എന്ന് കരുതി അവർ അത്രയും നേരം ആലോചിച്ചില്ലായിരുന്നു, ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ആലോചിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരത്തില്ല. സോ ഇഫ് ദേ ഹാവ് ബിൻ തിങ്കിങ് അബൌട്ട് സൂസൈഡ്, ഇറ്റ്സ് എ യെസ്. അല്ലാതെ നിങ്ങൾ ചോദിച്ചു എന്ന് കരുതി അവർ സൂസൈഡിനെ പറ്റി ആലോചിച്ച് തുടങ്ങത്തില്ല. ഓക്കെ, ഇറ്റ്സ് എ മിത്ത്, ഇറ്റ്സ് എ കോമൺ മിത്ത് അബൌട്ട് സൂസൈഡ്. ഇപ്പം റിസർച്ചിന്റെ ടൈമിലൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് പറയാറുണ്ട് സൂസൈഡ് ഐഡിയേഷൻ ഒന്നും എടുക്കരുത്, കാരണം നമ്മൾ ആ ക്വസ്റ്റ്യനർ കൊടുക്കുമ്പോൾ ഒരു നോർമൽ സ്റ്റേറ്റിൽ ഇരുന്ന ഒരാളെ നമ്മൾ പറഞ്ഞ് സൂസൈഡിലോട്ട് അവരുടെ സൂസൈഡിൽ ടെൻഡൻസി കൂട്ടിയാലോ. ഇറ്റ്സ് എ മിത്ത്. എൻ്റെ UG റിസർച്ച് സൂസൈഡിലായിരുന്നു, സൂസൈഡൽ ഐഡിയേഷനിലായിരുന്നു. ഐ ഹാഡ് ടു ഗിവ് ദാറ്റ് ക്വസ്റ്റ്യൻ ടു 200 പീപ്പിൾ ആൻഡ് ഫോളോ അപ്പ് ചെയ്തപ്പോഴൊന്നും അവരിൽ ആരും അത് കാരണം മോസ്റ്റ്ലി അവരുടെ എല്ലാം സൂസൈഡൽ ഐഡിയേഷൻ ലോ ആയിരുന്നു. ഹൈ ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഫർദർ അവർക്ക് കെയറും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിൽ എത്തിക്കുകയൊക്കെ വേണം. ഓക്കെ, പക്ഷെ നമ്മൾ ഇത് കൊടുത്തു എന്ന് ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചോദിച്ചെന്ന് വെച്ച് ആർക്കും സൂസൈഡൽ അഡിക്ഷൻ കൂടാൻ പോകുന്നില്ല. ഓക്കെ, സോ അതാണ് ക്വസ്റ്റ്യൻ പാർട്ടിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ബി ബ്രേവ് ആൻഡ് ആസ്ക് ദിസ്. സൂസൈഡിൽ നിന്ന് എടുത്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ ഡെത്തിനെ പറ്റി എടുത്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ ഡു യു ഫീൽ ഫെഡ് അപ്പ് വിത്ത് യുവർ ലൈഫ്, ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ജീവിതം മടുത്ത് തുടങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ നിനക്കിത് കൈവിട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, അത്തരത്തിൽ തന്നെ ചോദിച്ചോളൂ. അപ്പം ചോദിച്ച് അവർ പറഞ്ഞു യെസ് എന്നാണ്, അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചു ഇതിനെപ്പറ്റി, എനിക്ക് തന്നെ മടുത്തു, ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകും എന്നാണ് അവർ പറയുന്നതെങ്കിൽ യു ഗോ ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ദാറ്റ് ഇസ് പെർസ്വേഡ്. ഓക്കെ, QPRലെ Pയിലെത്തി പെർസ്വേഡ്. അതായത് നമ്മൾ അവരെ പറഞ്ഞ് അവരുടെ പ്രോബ്ലം ആകുന്ന നമ്മൾ കേൾക്കണം. എംപത്തറ്റിക് ആയിട്ട് യു ലിസൺ ടു വാട്ട് ദേ ഹാവ് ടു സേ, യു ലിസൺ അറ്റൻറ്റീവ്ലി. അതിനിടയിൽ കയറി അഭിപ്രായം പറയരുത്, അതിനിടയിൽ കയറി സൊല്യൂഷൻ കൊടുക്കരുത്, അതിനിടയിൽ കയറി അയ്യേ ഇതിനാണോ നീ ആത്മഹത്യയെ പറ്റിയൊക്കെ ആലോചിച്ച് ഒരിക്കലും പറയരുത്. ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ കൂടി പറയരുത്. ഓക്കെ, നമ്മൾ അതൊരു ഹാബിറ്റായിട്ട് എടുക്കണം. അപ്പം ഞാൻ കാര്യം ഇതൊക്കെ പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഞാൻ വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്, എൻ്റെ ക്ലയൻറ്റിനോട് വേറെ രീതിയിലാണ്. ദാറ്റ് ഷുഡ് ചേഞ്ച് ആക്ച്വലി. ബിക്കോസ് നമ്മൾ എന്ത് നമ്മുടെ അടുത്തുള്ളവരോട് പറയുന്നു അതേ നമ്മൾ വർക്കിലും പറയത്തുള്ളൂ. സോ ഈ നോൺ ജഡ്ജ്മെൻറ്റാലിറ്റി ഒക്കെ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. ലിസൺ ടു ദം. ഓക്കെ, അവർ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുക, മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഇപ്പം ചിലത് സിറ്റുവേഷൻ നമുക്ക് വളരെ സില്ലി ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് സില്ലി ഫോർ ദം. ഇപ്പം ഒരുപാട് കുട്ടികൾ നീറ്റ് എഴുതാൻ പറ്റാഞ്ഞതുകൊണ്ട് ആത്മഹത്യ ചെയ്യും. കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും നീറ്റൊക്കെ അത്ര വലിയ കാര്യമാണ്, ഇത് എഴുതാത്തതെന്ന് ആത്മഹത്യ ചെയ്യാന്ന് വെച്ചാൽ. നമ്മുടെ പേരൻസ് എപ്പോഴും പറയും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തോ പ്രശ്നമുണ്ടോ, ഒന്നും അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിയുടെ സ്ഥാനത്ത് നോക്കുമ്പം ദിസ് വാസ് ദർ ഓൺലി ഹോപ്പ്. നീറ്റ് കിട്ടി, ആ അഡ്മിഷൻ കിട്ടി, പഠിക്കുക, ഫാമിലിയെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒരു കോഴ്സിന് ചേരുക, അത് നടക്കാൻ പറ്റാതായപ്പോൾ ദർ ഓൺലി ഹോപ്പ് ഇസ് ലോസ്റ്റ്. സോ ഫോർ ദം ഇറ്റ് ഇസ് ബിഗ്. നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ, ആൻഡ് ദെൻ ആസ്ക് ദം, ഐ വിൽ ഹെൽപ്പ് യു, വിൽ യു ലെറ്റ് മീ ഡു ഇറ്റ്. അതായത് ഞാൻ നിന്നെ സഹായിക്കാം, എൻ്റെ ഒപ്പം നിൽക്കാമോ എന്ന് ചോദിക്കുന്ന സ്റ്റേജാണ് പെർസ്വേഡ്. ഓക്കെ, നമ്മൾ അവിടെ സൂയിസൈഡ് അല്ലാതെ വേറൊരു ഓപ്ഷൻ അവർക്ക് കൊടുക്കണം, വേറൊരു ഓൾട്ടർനേറ്റീവ് നമുക്ക് കൊടുക്കണം. നീ ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഞാൻ പറയുന്നതൊന്ന് കേൾക്കും, തൽക്കാലത്തേക്ക് സൂയിസൈഡിനെ പറ്റിയൊന്നും ചിന്തിക്കാതെ നമുക്ക് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഞാൻ പറഞ്ഞ നീ ഒന്ന് സമ്മതിക്കും. ജസ്റ്റ് ഗിവ് ദിസ് എ ട്രൈ ഫോർ മീ എന്ന് പറയുന്ന സ്റ്റേജാണ് പെർസ്വേഷൻ. എനിക്ക് വേണ്ടി നീ ഒന്ന് ശ്രമിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കുറച്ച് നാൾ കൂടെ നിനക്കൊന്ന് ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റുമോ
we'll just try this option that I have എന്ന് പറയുന്നത്. നമ്മൾ അവരുടെ പ്രശ്നങ്ങളെ ഒന്നും നമ്മൾ അടിച്ചു താഴ്ത്തുന്നില്ല, അതെല്ലാം നോക്കി ജസ്റ്റ് ലിസൺ ടു മീ സം മോർ ടൈം സ്റ്റേ വിത്ത് മീ. ഓക്കെ, നമ്മൾ ആ ഒരു കോൺഫിഡൻസ് അവരിൽ ബിൽഡ് ചെയ്തെടുക്കണം. അവർക്ക് നമ്മളെ വിശ്വസിക്കാം എന്നുള്ള ഒരു തോട്ട് അവർക്ക് കൊടുക്കണം, ആ ഒരു ഫ്രീഡം. ഓക്കെ, അപ്പം ആ ഒരു സ്റ്റേറ്റിൽ പലരും പറയും, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെ പറയാം അങ്ങനെ വലിയ സീനൊന്നും ഇല്ല, നമ്മൾ ഒഴിവാക്കാൻ നോക്കിയേക്കാം ചിലർ. ഓക്കെ, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അന്നേരം അവർ ഒഴിവാക്കുമെങ്കിലും സംടൈംസ് ദേ മൈ കം ബാക്ക് ലേറ്റർ. ഓക്കെ, അല്ല ഒഴിവാക്കി പോവുകയാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് യു നീഡ് ടു ഫോളോ അപ്പ് ഓൺ ദാറ്റ് ഒരു നെക്സ്റ്റ് ഡേ. കാരണം അവർക്ക് അന്നേരം ക്ലൂ കിട്ടി തുടങ്ങും നമ്മളിത് പിന്തിരിപ്പിക്കാനാണ്. ഓക്കെ, അവരന്നേരം അവെയറായി തുടങ്ങും. അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ അവർ ഹോൾഡ് ഓൺ ചെയ്യേണ്ടത്. പോകരുത്, ഡോണ്ട് എൻഡ് ദിസ് കോൺവെർസേഷൻ നൗ, ഐ നീഡ് ടു ഹെൽപ്പ് യു, ഐ വോണ്ട് ടു ഹെൽപ്പ് യു, പ്ലീസ് സ്റ്റേ വിത്ത് മീ. ഓക്കെ, നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് ഇതിന്, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അവർ നോ പറയാണ്, അവർ റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ ബൈ ഓൾ മീൻസ് ഫീൽ ഫ്രീ ടു കോൾ ഫോർ ഹെൽപ്പ്. അതായത് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണെങ്കിൽ നമുക്കറിയാം നമുക്കൊരു കോഡ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. ഒരിക്കലും നമ്മൾക്ക് ഒരു ക്ലയൻറ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്താറില്ല പലരും. പക്ഷേ സൂയിസൈഡ് ഇസ് എൻ എക്സെപ്ഷൻ. എന്താണ് സൂയിസൈഡൽ ഐഡിയേഷൻ? നമ്മൾ അത് ആസ് എ സൈക്കോളജി പ്രൊഫഷണൽ നമ്മളത് അറിയിച്ചിരിക്കണം. ഓക്കെ, എമർജൻസി സർവീസസിൽ അറിയിച്ചിരിക്കണം, ഹോസ്പിറ്റലിൽ അറിയിച്ചിരിക്കണം, അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കണം. മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുവാണ്, നിങ്ങളുടെ അടുത്തൊരു സൂയിസൈഡൽ ഐഡിയേഷനുള്ള ക്ലയൻറ്റ് വന്നു, നിങ്ങൾ അവരെ അഡ്മിറ്റ് ചെയ്യാതെ വീട്ടിൽ വിടുവാണെങ്കിൽ യുവർ ജോബ് കെൻ ബി ഇൻ ട്രബിൾ. കാരണം അതല്ലായിരുന്നു അവിടെ ചെയ്യേണ്ടിയിരുന്നത്. അവരെ അഡ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ടാണ് നിങ്ങൾ സംസാരിച്ചിട്ട് സമ്മതിച്ചില്ല എന്നൊക്കെ ഉള്ളതാണെങ്കിലും ദ ബെസ്റ്റ് ഓപ്ഷൻ ടു ഡൂ ദാറ്റ് ഇസ് കോൾ ഫോർ ഹെൽപ്പ്. അവിടെ നമ്മൾ സീനാക്കുവാണ്, പ്രശ്നമാക്കുവാണെന്നൊന്നും വിചാരിക്കേണ്ട. കോൾ ഫോർ ഹെൽപ്പ്. ഹോസ്പിറ്റലിലോ ആംബുലൻസിലോ എന്താണെന്ന് വെച്ചാൽ വിളിച്ചറിയിക്കുക, അവരുടെ വീട്ടിലും വിളിച്ചറിയിക്കുക. ഗെറ്റ് ദം അഡ്മിറ്റഡ്. ഓക്കെ, ദാറ്റ് ഇസ് ഇഫ് ദേ സേ നോ ടു ഗെറ്റിംഗ് ഹെൽപ്പ്. നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇഫ് ദേ സേ യെസ്, ദെൻ കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് രമ്യമായിട്ട് പരിഹരിക്കാം. അതാണ് അടുത്ത സ്റ്റെപ്പ്, റെഫർ എന്ന് പറയുന്നത്. യു റെഫർ ദം ടു എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, ടു എ ഹോസ്പിറ്റൽ. ഒന്നെങ്കിൽ ദ ബെസ്റ്റ് വേ ടു ഡു ദിസ് ഇസ് നമ്മൾ തന്നെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുക, നമ്മൾ അവരെ കൂട്ടിക്കൊണ്ട് പോവുക. ഓക്കെ, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ ടു ഗോ അബൌട്ട്. കാരണം ഇപ്പം നമ്മൾ ഈ കോൺവെർസേഷൻ എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഏത് വഴിക്കാണ് പോകാൻ നമ്മൾ അറിയത്തില്ല. നമ്മളോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ദേ സ്റ്റിൽ ഹാവ് എ ചാൻസ് ഓഫ് ഗോയിങ് ആൻഡ് അറ്റംപ്റ്റിംഗ് ഫോർ സൂയിസൈഡ്. ഓക്കെ, ബെസ്റ്റ് വേ ഇസ് ടു നമ്മൾ സ്വന്തം കൈകളിലേക്ക് കാര്യങ്ങൾ എടുത്ത് അവരെ കൊണ്ട് കാണിക്കുക, ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾ കൊണ്ട് കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് കോണ്ടാക്റ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക. പോയി കണ്ടായിരുന്നു ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, അവർ മേക്ക് ഷുവർ ദാറ്റ് ദേ ഗെറ്റ് ഹെൽപ്പ്. ഇല്ലെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ദ ഹെൽപ്പ് ടു ദം. എമർജൻസിയിലെങ്ങാണ്ട് വിളിച്ച് ഇവരുടെ കാര്യം ഒരു ഹോസ്പിറ്റലിൽ അറിയിക്കുക. ഐഡിയലി സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ളവരെ, സിവിയർ സൂയിസൈഡൽ ടെൻഡൻസീസ് ഉള്ളവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ICUയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാറാണ് പതിവ്. മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട്. ICUയിൽ ഇടുന്നത് ബിക്കോസ് അവിടെ അവർക്കപ്പം വിൻഡോസോ വെന്റിലേഷനോ ഒന്നും പാടില്ല ആ റൂമിൽ. അവർക്ക് എടുത്ത് ചാടാനുള്ള സ്പേസോ അല്ലെങ്കിൽ സ്വയം ഹാം ചെയ്യാനുള്ള ഒരു ഓബ്ജക്ട്സും പാടില്ല. അങ്ങനെയാണ് നമ്മൾ സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള പേഷ്യൻസിന് ഐഡിയലി ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത്തരത്തിൽ അവരെ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ എത്തിക്കുക. ഓക്കെ, നിങ്ങൾ അവിടെ പേടിക്കേണ്ടാത്ത കാര്യങ്ങൾ, യു ആർ നോട്ട് ബീങ് ഡിസ്ലോയൽ ടു ദം. നമ്മൾ അവർക്ക് ശല്യം ഉണ്ടാക്കുക എന്നൊന്നും വിചാരിക്കേണ്ട. ഇച്ചിരി ശല്യം ഉണ്ടായാലും പോട്ടെ, ആൾ ജീവനോട് ഇരിക്കുമല്ലോ എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ, സോ അവിടെ പിന്നെ ചെയ്യേണ്ടത് അവരോട് തന്നെ ചോദിക്കാം, ഇത് നിന്റെ വീട്ടിൽ അറിയിച്ചാൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ പേരും കൂടെ പറ, അവരെയും കൂടെ ഞാനൊന്ന് വിളിച്ചിട്ട് പറഞ്ഞോട്ടെ, ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നാലോ. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി അവർ പറയും ഫാമിലിയിൽ അറിയിച്ചപ്പോൾ
കുഴപ്പമില്ലെന്നല്ല, നിങ്ങൾക്ക് ക്ലോസ് ആരാന്ന് ചോദിച്ചിട്ട് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ കോൺടാക്റ്റും കൂടെ എടുക്കുക, അവരെ കൂടെ വിളിച്ചറിയിക്കാം. ഇങ്ങനെ ഒരു സ്നേഹമുണ്ട്, എനിക്കിപ്പം ഇവിടെ നിന്ന് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ഹെൽപ്പും കൂടെ വേണമെന്ന് തോന്നുന്നുണ്ട്. സോ യു ഗെറ്റ് ഹെൽപ്പ്, മേക്ക് എ ടീം ഫോർ ദിസ് പേഴ്സൺ. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരുടെ ഒരു ടീം ഉണ്ടാക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ഇവരാരെങ്കിലും ഒക്കെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്താലും മതി, ഇഫ് ഈസ് ടേക്കിംഗ് ഹെൽപ്പ് ഓർ നോട്ട്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഈ കൾച്ചർ കണ്ടിട്ടില്ല, പക്ഷെ പല സ്ഥലത്തും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നോ സൂയിസൈഡ് കോൺട്രാക്ട്. ഇത് ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് ഒന്നും പ്രൂവണല്ല, പക്ഷെ ചെയ്യാറുണ്ട്. ഇത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ്. അതായത് നമ്മൾ അവരിൽ നിന്ന് എഴുതി വാങ്ങും, യാതൊരു കാരണവശാലും ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കത്തില്ല, ഐ പ്രോമിസ് എന്ന് അവരെ കൊണ്ട് തന്നെ എഴുതി വാങ്ങിച്ചിട്ട് അതിനോടൊപ്പം തന്നെ വേറൊരു ക്ലോസ് വയ്ക്കുന്നത്, ഞാൻ സബ്സ്റ്റൻസ് യൂസസ് ഒന്നും ഈ ഒരു പീരിയഡിലേക്ക് അല്ലെങ്കിൽ ഇനി കുറച്ച് നാളത്തേക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഐ വിൽ നോട്ട് യൂസ് സബ്സ്റ്റൻസസ്, ബിക്കോസ് എന്തെങ്കിലും സബ്സ്റ്റൻസസ് എടുക്കുമ്പോഴും നമുക്ക് സൂസൈഡ് ചെയ്യാനുള്ള ഒരു ഐഡിയേഷൻ വരാനുള്ള ടെൻഡൻസി ഉണ്ട്, ഇമ്പൾസീവ് ആകാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് അതും നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. സബ്സ്റ്റൻസസ് എടുക്കില്ല എന്ന് അവരെ കൊണ്ട് എഴുതി ആ ഒരു കോൺട്രാക്റ്റിന് താഴെയായിട്ട് ഏതെങ്കിലും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ക്ലോസസ്റ്റ് എമർജൻസി സെൻറ്ററിൻ്റെ ഹോസ്പിറ്റലിൻ്റെയോ ഒക്കെ നമ്പറും കൂടെ വെച്ച് അവരുടെ ക്ലോസ് കോൺടാക്ട്സ് ഉണ്ട്, നമ്മൾ ഈ പറഞ്ഞ ടീം ഉണ്ടാക്കിയല്ലോ, ആ ടീമിലുള്ളവരുടെ കോൺടാക്ട്സും കൂടെ വെക്കും. ഇപ്പം പേരൻസ് ആണെങ്കിൽ അവരുടെ, ഫ്രണ്ട്സ് ആണെങ്കിൽ അവരുടെ കോൺടാക്റ്റും പേരും വെച്ചിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലാണ് നോ സൂയിസൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇത് എഴുതി ഉണ്ടാക്കിയിട്ട് ഇവരുടെ റൂമിലോ അല്ലെങ്കിൽ ഇവരെപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ഇത് വെക്കണം. ദ ഐഡിയ ഇസ് ഓരോ വട്ടം ഇവർക്ക് സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇവർ ഈ സാധനം കാണണം, അവർക്കത് കണ്ടിട്ട് പോകാം, ഇത്രയും പേര് എനിക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ടല്ലോ എന്ന്. അതാണ് ഈ നോ സൂയിസൈഡ് കോൺട്രാക്റ്റിന്റെ പിന്നിലുള്ള ഒരു ഐഡിയ. ഓക്കെ, the family is not supportive. What will we do? Okay. സംഭവിക്കാൻ പറ്റുന്ന കാര്യമാണ്. മിക്കവാറും നമ്മൾ ഫാമിലിയെ വിളിച്ച് അറിയിക്കുമ്പോൾ ഫാമിലി ഇഷ്യൂ ആക്കും, ഫാമിലി സീനാക്കും, അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. സ്വാഭാവികമായിട്ടും നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അന്നേരവും ഇഫ് ദ ഫാമിലി ഈസ് നോട്ട് ഹെൽപ്ഫുൾ, ഡോണ്ട് റിലൈ ഓൺ ദ ഫാമിലി. നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ചറിയിക്കുന്നത് തന്നെയായിരിക്കും ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഗവൺമെൻറ്റിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഡിപ്രഷൻ കാരണമോ അല്ലെങ്കിൽ ഒരു ഇറാഷണൽ സ്റ്റേറ്റിൽ ഒരാളെയും സ്വയമേ സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വയമേ മരിക്കാൻ അല്ലെങ്കിൽ ജീവൻ കൊടുക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ളൊരു ക്ലോസ് നമ്മുടെ ഗവൺമെൻറ്റിനുണ്ട്. ഒരു സ്റ്റേറ്റും ഒരു ഡിസ്റ്റർബ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരിക്കുന്ന ഒരാളെ സൂയിസൈഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആക്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇറ്റ്സ് ദ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ടു പ്രിവെൻറ്റ് ദ സൂയിസൈഡ്, ടു പ്രിവെൻറ്റ് ദെം ഫ്രം അറ്റംപ്റ്റിംഗ് സൂയിസൈഡ്. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നീട് ഫാമിലിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അത് അവിടുത്തെ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അവിടുത്തെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലോ ചെയ്യാം. നിങ്ങളിത് അറിഞ്ഞ സ്ഥിതിക്ക് ആസ് UPR പഠിച്ചിട്ടുള്ള ഒരാളായിട്ടും അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റായിട്ടും ഇത് അറിഞ്ഞ സ്ഥിതിക്ക് ഫാമിലി സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പാടില്ല. ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് അവിടെ സൈക്കോളജിസ്റ്റിനെ അവർ കാണിക്കും, സൈക്യാട്രിസ്റ്റിനെ അവർ കാണിക്കും, അവർക്ക് മെഡിക്കേഷൻ കൊടുക്കും. ഓക്കെ, അപ്പം ഈ 3 സ്റ്റേജാണ് QPR. അപ്പം ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ബോക്സിലിടാം. ഇത് കൂടാതെ ഞാൻ ഇനി കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത് സം കോമൺ മിത്ത്സ് അബൌട്ട് സൂയിസൈഡ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ടോക്കിംഗ് അബൌട്ട് സൂയിസൈഡ് മൈറ്റ് പ്രൊമോട്ട് ദം ടു ടേക്ക് ദെയർ ലൈഫ് ഓർ തിങ്ക് അബൌട്ട് സൂയിസൈഡ് മോർ. അതൊരു മിത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. വേറെ എന്തെങ്കിലും മിത്ത് നമുക്ക് അറിയുമോ സൂയിസൈഡിനെ പറ്റി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ സൂയിസൈഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ആർക്കൊക്കെ സൂയിസൈഡ് വരാം, സൂയിസൈഡിൽ ഐഡിയേഷൻസ് വരാമെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് മിത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ QPR മെത്തേഡിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലിടാം.
ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കുറച്ച് മെത്തേഡുകൾ. ഡിപ്രഷൻ ഓൺലി അഫക്ട്സ് അഡൾട്ട്സ്, അല്ലെങ്കിൽ കുട്ടികളിൽ ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ വരാറില്ല, അല്ലെങ്കിൽ കുട്ടികൾ സൂയിസൈഡിനെ പറ്റി ആലോചിക്കാറില്ല. അത് നമുക്ക് തന്നെ അറിയാം. എന്നാൽ ഈ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ വന്ന സമയത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാരണം വെച്ച് കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കുട്ടികളും ഇതിനെയൊക്കെ പറ്റി ആലോചിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ഒരുപാട് ആസ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തതല്ല, നമ്മൾ ഒരുപാട് ഭയന്ന ഒരു സിറ്റുവേഷനാണ്. ഒരുപാട് സൂയിസൈഡ്സ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാലും വരികയും ചെയ്തായിരുന്നു. സൂയിസൈഡ് റേറ്റ്സ് വളരെ കൂടിയായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത്. മോസ്റ്റ്ലി ബിക്കോസ് പീപ്പിൾ വെർ അലോൺ ഇൻ ദിയർ ഹൗസ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കോവിഡ് ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ തന്നെ ഒരുപാട് സൂയിസൈഡ് ഹെൽപ്പ് ലൈൻസ് സ്പെസിഫിക് അല്ലെങ്കിൽ കോവിഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് ഓൺലൈൻ സർവീസസ് ഉണ്ട്. ഇപ്പം സൂയിസൈഡൽ ഐഡിയേഷൻ ആണ്, നിങ്ങൾക്കിപ്പോൾ ഒരാളെ നേരിട്ട് ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഫിസിക്കലി നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ യു കെൻ ഗിവ് ദം ഓൺലൈൻ സർവീസസ്. ഒരുപാട് ഫ്രീ ഓഫ് കോസ്റ്റ് ഓൺലൈൻ സർവീസസ് ഉണ്ട് നമ്മുടെ കൺട്രിയിൽ. ഒരുപാട് പെയ്ഡ് ഓൺലൈൻ സർവീസസ് ഉണ്ട്. ലോങ് ടേം ആണെങ്കിൽ പെയ്ഡ് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇറ്റ്സ് നോട്ട് ഫെയർ. പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ലോങ് ടേം സർവീസസ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം അത്തരത്തിലുള്ള ഹെൽപ്പ് നമുക്ക് റിസോർട്ട് ചെയ്യാം. What about non-professional people and unqualified starting support groups? സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഒരിക്കലും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തുടങ്ങാൻ പാടില്ല, എസ്പെഷ്യലി ഇപ്പോൾ സൂയിസൈഡ് ഗ്രൂപ്പ്. കാരണം നമ്മൾ അവരുടെ ആ ഡിസ്കഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. QPR ആസ് എ ടെക്നിക് പക്ഷെ ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ഇത് ജസ്റ്റ് ഒരു ഗേറ്റ് കീപ്പിംഗ് ഒരു മെത്തേഡാണ്. എപ്പോഴും ഒരു സപ്പോർട്ട് ഗ്രൂപ്പ്, ഒരു ട്രീറ്റ്മെൻറ്റോ ഒരു ഇൻ്റർവെൻഷനോ സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. QPR ആസ് എ ടെക്നിക് പക്ഷെ ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ഇൻഫാക്ട് നമ്മൾക്ക് ഈ QPR ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ പോയാൽ ഈ ട്രെയിനിങ് എടുക്കാം. ഇറ്റ് ഈസ് ദെയർ ഫോർ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, ഇറ്റ് ഈസ് ദെയർ ഫോർ ടീച്ചേഴ്സ്, ഇറ്റ് ഈസ് ദെയർ ഫോർ എംപ്ലോയേഴ്സ്. ഓക്കെ, rumors of such. ഓൺലൈൻ ഗ്രൂപ്പ്സിലും നമ്മൾ ഓൺലൈൻ സൈറ്റ്സ് നോക്കുകയാണെങ്കിലും നമ്മൾ എപ്പോഴും ഒരു ഹെൽപ്പ് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് സ്വയമേ ആയിട്ടാണെങ്കിലും ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും ഇതിൽ ആരാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ ക്രെഡൻഷ്യൽസ് എന്താണ് തിരക്കിയിട്ട് നമ്മളാണെങ്കിലും റെഫറൻസ് കൊടുക്കണം. ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. ദാറ്റ് ഈസ് എ റെലവൻറ്റ് ഇഷ്യൂ. ഒരുപാട് ഗ്രൂപ്പ്സിൽ MSc കഴിഞ്ഞിട്ടില്ലാത്തവർ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ സൈക്കോളജി ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ജസ്റ്റ് ഫോർ അവർക്കൊരു സോഷ്യൽ സർവീസ് പോലെ അവർ തുടങ്ങിയെന്ന രീതിയിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ, ഉദ്ദേശശുദ്ധി മാനിച്ചുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നത് കുറച്ച് ദോഷമാണ്. ബിക്കോസ് ദേ ആർ നോട്ട് ട്രെയിൻ ടു ഡൂ ദിസ്. അതിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ട്രിഗർ കിട്ടിയ ഒരാൾ ആത്മഹത്യ ചെയ്താൽ the blame is going to be on them, even though they meant good. Will online supports be as effective? No. Online supports is ഒരു മേക്ക് അറേഞ്ച്മെന്റ് പോലെ തൽക്കാലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനേ ഉള്ളൂ. ഇൻ ദ ലോങ് ടേം ഒരു ഫേസ് ടു ഫേസ് തെറപ്പിസ്റ്റിനെ കാണുന്നത് തന്നെയായിരിക്കും നല്ലത്. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തന്നെയായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് സൂയിസൈഡൽ ഐഡിയേഷനൊക്കെ ഉള്ളവർ സിവിയർ ആണ്, 2-3 വട്ടം അറ്റംപ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തന്നെയായിരിക്കും നല്ലത്. ദർ ആർ മെഡിസിൻസ്, കാരണം അവർക്ക് ഡിപ്രസീവ് ആണെങ്കിൽ ആ ഡിപ്രഷൻ ആദ്യം ചികിത്സിച്ച് നോർമൽ ആക്കണം. ഓക്കെ, അപ്പോൾ അവിടെ തെറപ്പി ഉണ്ടാകണം, അവിടെ മെഡിക്കേഷൻ ഉണ്ടാകണം. ഓക്കെ, പിന്നെ ഇപ്പം മിത്സ് ആർക്കും അങ്ങനെ മിത്സോ ഐഡിയാസോ ഒന്നും, മിത്സിനെ പറ്റി സംശയങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇതിലേതെങ്കിലും മിത്തോ വേറെ എന്തെങ്കിലും നമുക്ക് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടോ? ഇല്ലെങ്കിൽ ഐ കൻ പാസ് ഓൺ ടു ദ റിസോഴ്സസ്. ഇതാണ് നമ്മുടെ കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് റിസോഴ്സസ്. അതായത് ഈ സൂയിസൈഡ് ഹെൽപ്പ് ലൈൻസ്, സൂയിസൈഡ് പ്രിവെൻഷൻ വീക്കായിരുന്നു, സെപ്റ്റംബർ 10-നാണ്
നാഷണൽ സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ. അപ്പം അന്ന് ഒരു പോസ്റ്റ് വന്നാലും ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ നാട്ടിൽ പല ഹോട്ട് ലൈൻസും വർക്ക് ചെയ്യുന്നില്ല, വിളിച്ചാൽ ആരും എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പം ഈ 4 എന്തായാലും വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ഇംഗ്ലീഷ് ഹിന്ദി സ്പീക്കിംഗ് ക്ലയൻസ് കെൻ കോൾ ദീസ് 4 നമ്പേഴ്സ്. ഈ താഴെ കൊടുത്തേക്കുന്ന 2 ലിങ്ക് സൂയിസൈഡ് പ്രിവെൻഷൻ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ SPIF എന്നാണ് അവരുടെ SPIF ഫൗണ്ടേഷൻ ഈ QPR ട്രെയിനിങ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് QPR ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ട്രെയിനിങ്. ഏത് സെക്കൻഡ് ലിങ്കിൽ പോവാം, QPR ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലിങ്കിൽ പോയി QPR ഇൻഡിവിജ്വൽ ട്രെയിനിങ് എടുക്കാം. പക്ഷെ അവിടെ യു ഹാവ് ടു പേ $29. അതിന് പകരം SPIFന്റെ ലിങ്കിൽ പോവുകയാണെങ്കിൽ സെയിം കോഴ്സ് നിങ്ങൾക്ക് യു കെൻ ഡു ഇറ്റ് ഫോർ ₹500. ഒപ്പം നിങ്ങൾക്ക് ഒരു ബുക്ക് കിട്ടും, പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, QPR ട്രെയിൻഡ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടും ആസ് എ ഗേറ്റ് കീപ്പർ, ആസ് എ സൂയിസൈഡ് ഗേറ്റ് കീപ്പർ. പിന്നെ യു വിൽ ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് അതർ റിസോഴ്സസ്. ഈ SPIFനെ കോൺടാക്ട് ചെയ്താൽ ഇന്ത്യയിലുള്ള കോവിഡ് കൗൺസിലിംഗ് ഓൺലൈൻ കൊടുക്കുന്ന ഒരു വലിയ ലിസ്റ്റ് ഓഫ് കൗൺസിലേഴ്സിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് കിട്ടും, നമ്പർ കിട്ടും. അപ്പം എമർജൻസി സർവീസസിനാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, all about families here where mental health isn't taken seriously. ഹലോ, കുറച്ചൊന്ന് സൗണ്ടിൽ പറയൂ, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? കുറച്ചുകൂടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. Okay. In areas where mental health isn't taken seriously, സൈക്കോളജിസ്റ്റ് പ്രൊഫഷണൽ ആകുന്നില്ല, അത് ദാറ്റ് ഈസ് എ ഇഷ്യൂ, ഡിഫറെൻറ്റ് ഇഷ്യൂ ഓൾ ടുഗെദർ. നമ്മളിപ്പം വി കാൻ ഡു എനിത്തിങ്. ഇപ്പോൾ ഈ ഒരു പ്രൊഫഷനിലോട്ട് ഒരാൾ വന്നിട്ട് ദേ ആർ നോട്ട് ക്വാളിഫൈഡ് ഇനഫ്, അവർക്ക് നോട്ട് പ്രൊഫഷണൽ ഇനഫ്, അത് വേറെ രീതിയിൽ ടാക്കിൾ ചെയ്യേണ്ട കാര്യമാണ്. സൂയിസൈഡിന് മാത്രമല്ല, എന്തൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിലും ദാറ്റ് ഈസ് ബാഡ്. ആൻഡ് ഈ പല ഏരിയാസിലും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയത്തില്ല. സൂയിസൈഡിനെ പറ്റിയോ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് പലർക്കും അറിയത്തില്ല. അപ്പം അതൊക്കെ അല്ലാതെ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ട ഇഷ്യൂസാണ്. അവയർനെസ് കൂട്ടുക, പിന്നെ നമ്മുടെ മീഡിയയിൽ തന്നെ സൂയിസൈഡ്സ് റിപ്പോർട്ട് ചെയ്യേണ്ട രീതി വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ സൂയിസൈഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. There is actually different guidelines for how to report news of suicide. Suicide can be a long thought process or a sudden feeling. It depends on the, ഇപ്പം നമുക്ക് ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വർഷങ്ങളായിട്ട് അവർ കണ്ടംപ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, വർഷങ്ങളായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും, അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേസിൽ നമ്മളിപ്പം ഡോക്ടർ അനുകൃഷ്ണയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ സഡൻ ഡിസിഷൻ, സഡൻ ട്രിഗർ. എക്സ്ട്രീം സ്ട്രെസ് വരുമ്പം ഒരാൾക്ക് സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാകുന്നത് ഒരു സഡൻ ഫീലിംഗ് ആണ്. ഓക്കെ, അല്ലാത്ത ഇപ്പം ഡിപ്രസ്ഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ഉള്ളവർക്കൊക്കെ, എല്ലാവർക്കും നല്ല സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ളവർക്ക്, മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ പുവർ ഫാമിലി എൻവയൺമെൻറ്റ്, വർക്ക് എൻവയൺമെൻറ്റ് ഒക്കെ ഉള്ളവർക്ക് ലോങ് പ്രോസസ്സായിട്ടും അവർ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം സൂയിസൈഡിനെ പറ്റി. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ഈ സഡൻ ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാനും ബുദ്ധിമുട്ട്. കാരണം നമ്മൾ പെട്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം വളരെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളാണെങ്കിൽ വി ഹാവ് ടു ബിൽഡ് ദം സോഷ്യൽ സപ്പോർട്ട്. അവർ എന്ത് തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും വി ഹാവ് ടു ബിൽഡ് ദം സോഷ്യൽ സപ്പോർട്ട്, ബിക്കോസ് അതർവൈസ് ഇത് അവരുടെ ഇതൊരു ഓപ്ഷനായിട്ട് അവർക്ക് തോന്നിയേക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ഹാം ചെയ്യുന്നവരിലാണ്. സെൽഫ് ഹാം ചെയ്യുന്നവരെയും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. ബിക്കോസ് എപ്പോഴെങ്കിലും അവർക്ക് സൂയിസൈഡൽ ഐഡിയേഷൻ, ഇതൊരു ഫൈൻ ലൈനാണ് സെൽഫ് ഹാമും സൂയിസൈഡൽ ഐഡിയേഷനും തമ്മിൽ. എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇങ്ങോട്ട് ടിപ്പ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ അവരെ കോൺസ്റ്റൻ്റ്ലി അവർ കെയർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം അവർക്കറിയാം സെൽഫ് ഹാം. ഇപ്പോൾ കട്ടിങ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കറിയാം എത്ര ആഴത്തിൽ കട്ട് ചെയ്താൽ സീനാകും, എത്ര ആഴത്തിൽ കട്ട് ചെയ്താൽ വലിയ സീനില്ലാതെ നമുക്ക് ബ്ലഡ് വരുത്തിക്കാം എന്നൊക്കെ. ഒരിക്കൽ സൂയിസൈഡ് ഐഡിയേഷൻ യെസ്, സൂയിസൈഡൽ ഐഡിയേഷൻ ലൈക്ക് നമ്മൾ സബ്സ്റ്റൻസ് യൂസ് ഒക്കെ പോലെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് പിന്നെയും വന്നിരിക്കാം. നമുക്ക് ഒരിക്കലും ഒരാളിപ്പോൾ ഒരു വട്ടം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു
ഫെയിലായി, ഇനി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എനി ടൈം ദേ കെൻ ഹാവ് ദിസ് തോട്ട്സ് അഗൈൻ. അതുകൊണ്ട് തന്നെ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിലും നമ്മൾ കെയർ ചെയ്യണം. പലപ്പോഴും അവർക്ക് അതൊരു ബോധറേഷൻ ആയിട്ട് തോന്നാം, എപ്പോഴും അവരുടെ പുറകെ അവർക്ക് ഇങ്ങനെ. എന്നാലും വി ഹാവ് ടു കെയർ ഫോർ ദം. ഓക്കെ, റീലാപ്സ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. വർഷങ്ങളായിട്ട് റിക്കവർ ചെയ്ത ആൽക്കഹോളിക്സ് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് സബ്സ്റ്റൻസ് യൂസ് ചെയ്യാത്തവർ പെട്ടെന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസ് എ സിംറ്റം, ഇസ് എ സൈൻ, ഇറ്റ്സ് എ ഡേഞ്ചർ സൈൻ ഫോർ സൂയിസൈഡൽ ഐഡിയേഷൻ. അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കെയർ ചെയ്യേണ്ട ആവശ്യം കൂടെ ഉണ്ട്. ദാറ്റ് സബ്സ്റ്റൻസ് യൂസ് പിന്നെയും റീലാപ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ എന്തെങ്കിലും that's all, then we can conclude. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ യു കെൻ കോൺടാക്ട് മീ ഇൻ മൈ മെയിൽ ഐ ഡി. ഞാൻ ഷെയർ ചെയ്യാം മെയിൽ ഐ ഡി. സൂയിസൈഡ് പ്രിവെൻഷൻ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ പേജ് നിങ്ങൾ ഒന്ന് നോക്കുക എടുത്ത്, എപ്പോഴാണെന്ന് വെച്ചാൽ. I can share that also. Chat box I can share the links. അവര് SPIF ആക്ച്വലി ഒരു ജേർണലിസ്റ്റ് തുടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്, നെൽസൺ മോസസ് എന്ന് പറഞ്ഞ്. പുള്ളി തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് QPR വെബിനാർസ് നടത്താറുണ്ട്. Suicides turning into protests. അസൻ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി സൂയിസൈഡ് ചെയ്ത പോലെയാണ്. സോ പല കൾച്ചേഴ്സിലും there's a different way of suicide അങ്ങനെ നടത്താറുണ്ട്. അത് ആ ഒരു പേഴ്സൺ അങ്ങനെ തോന്നിയതാണ്. എന്നാലും for us it's a loss. We should have prevented it. There are other ways of protest. We do not encourage that kind of a death usually. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ സംഭവിക്കാറുണ്ട്. That's a sad condition though. Okay, it is still considered to be a preventable death. സമ്മറൈസ് ചെയ്ത് പറയാനാണെങ്കിൽ we started with how നമ്മുടെ നാട്ടിൽ സൂയിസൈഡ് കണ്ടീഷൻ എങ്ങനെയാണ്. ഒരു പ്രിവെൻറ്റബിൾ പാൻഡമിക് എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മുടെ കൺട്രിയിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വൾണറബിൾ ഗ്രൂപ്പ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ആരൊക്കെയാണ് ഇത് ചെയ്യാൻ ടെൻഡൻസി കൂടുതലുള്ളത്. വൾണറബിൾ ഗ്രൂപ്പ്സ് ഞാൻ പറയാൻ മറന്നത് LGBTQ മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഒക്കെ, ഓക്കെ, ബാക്ക്വേർഡ് കാസ്റ്റ്സ് ഒക്കെ. There are certain groups that are more likely to think of suicide than others, but everybody is vulnerable, equally vulnerable. ചിലർക്ക് നമ്മൾ കുറച്ചും കൂടെ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടതുണ്ട്. സയൻസ് ഓഫ് സൂയിസൈഡിനെ പറ്റി പറഞ്ഞു. There are behavioral signs, there are verbal cues, there are emotional cues. ഓക്കെ, പിന്നീട് അങ്ങോട്ട് നമ്മൾ QPRലെ ക്യൂവിനെ പറ്റി പറഞ്ഞു. ക്യൂ is asking the question, are you considering suicide? And that too ധൈര്യമായിട്ട് എംപത്തറ്റിക് ആയിട്ട് അത് ചോദിക്കണം. അത് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഒരു ദോഷവും വരുത്തുന്നില്ല. യു ഹാവ് എ ഡൗട്ട്, ഗോ ബി ബ്രേവ് ആൻഡ് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ആൻഡ് ചോദിച്ചു കഴിഞ്ഞ് when they are telling about their problems, listen to it, be there for them, be their safe space. അത് കഴിഞ്ഞ് refer them to a mental health professional. Make sure they're going, follow up on them, make sure they're feeling better. അവർക്കൊരു ടീം ഉണ്ടാക്കുക, അവരെയും ഇതിനെപ്പറ്റി അവെയർ ആക്കുക, അവർക്ക് വേണ്ടി കെയർ ചെയ്യണമെന്ന് അവരെയും പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ ട്രൈ ദിസ് ഓൺ സം പീപ്പിൾ. ഇതെന്തായാലും അറിഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. I hope you get a space to try this. I hope you all become successful gatekeepers. ഒരാളെങ്കിലും നമുക്ക് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ it will be really good. സെൽഫ് ഹാമിൽ ഡയറക്റ്റ് കൺഫ്രണ്ടേഷന് പകരം യു കെൻ ആക്ച്വലി സ്റ്റാർട്ട് ഓഫ് സബ്ട്ലി, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചെന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്, ഇഫ് ദേ നോട്ട് ടെല്ലിങ് എനിത്തിങ് യു കെൻ സബ്ട്ലി മെൻഷൻ ഐ സീൻ മാർക്സ് ഓൺ യുവർ ബോഡി, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എനി ഇഷ്യൂ പറഞ്ഞോളൂ അങ്ങനെ. ഓക്കെ
യെസ്, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഞാൻ ഈ ഒരു ലിങ്കും കൂടെ ഇട്ടേക്കാം ഫൗണ്ടേഷൻ്റെ. ഫർഹാന, Okay. Is there any more doubt? Okay. Thank you, ma'am. Thank you so much for your valuable words and time too. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ അറിയാം. ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ലൈഫിലൊന്ന് ഫെഡപ്പ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഡിസിഷൻ എന്തായിരിക്കും? മതി, ഈ ലൈഫ് മതി, ഇവിടെ കൊണ്ട് എനിക്ക് ഫെഡപ്പായി, അങ്ങനെ തോന്നിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈവൻ ഇഫ് നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി റിലേറ്റീവ്സ് ആരെയാണെങ്കിലും നമ്മളെ കൊണ്ടൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ യുവർ വേർഡ്സ്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മുടെ അടുത്ത വെബിനാർ ഓൺ ദി ടോപ്പിക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആൻഡ് അഡോളസെന്റ് മെന്റൽ ഹെൽത്ത് എന്നുള്ള ടോപ്പിക്കിൽ എബി ഡാനിയൽ സർ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് സംസാരിക്കുന്നത്. On 10th Saturday, October at 7:30 p.m. So hope your presence there too. So thank you so much. Thank you for all your presence. Thank you so much.